നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ്. കാരണം ഏത് വിഷയം ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് സയൻസ് ആയിക്കോട്ടെ, സയൻസിലെ ഏത് വിഷയങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രിയും ഫെയിൽ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, രണ്ടിൽ കൂടുതൽ വിഷയങ്ങൾ ഫെയിൽ ആയിട്ട്, കൊമേഴ്സ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, ഇനി തിരിച്ച് ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അതിനകത്ത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, നമുക്കൊരു മിനിമം സമയം ഇനി മുതലൊരു 10-22 ദിവസം സമയത്തിനുള്ളിൽ 3 ആഴ്ച ധാരാളം മതി എന്ന് ഞാൻ പറയും. കാരണം 10 ദിവസം പഠിച്ചു തീർക്കാം, 10 ദിവസം കൊണ്ട് ഈസി ആയിട്ട് പഠിച്ചു തീർക്കാം, 10 ദിവസം ഒരു 8 ദിവസം മതി പഠിച്ചു തീർക്കാം, പിന്നെ ദിവസം റിവിഷൻ ചെയ്യാം. പക്ഷേ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം, ഇപ്പം ഇപ്പോൾ ഈ അടുത്ത ആഴ്ച പോലെ നമ്മുടെ ബാച്ചസിനെല്ലാം ഓൺലൈൻ ബാച്ചസിനെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് കൂടെ കൊടുക്കും. കാരണം അതിനകത്തോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ തീരത്തുള്ളൂ. 2 പുസ്തകം പഠിച്ചു തീർക്കാൻ പറ്റുമോടെ? ഒരിക്കലും തീർക്കാൻ പറ്റത്തില്ല, ഒരു വിഷയവും പറ്റത്തില്ല. അത് നമ്മുടെ കോൺഫിഡൻസ് കൂടുതൽ, അമിതമായ കോൺഫിഡൻസ് ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, സാറേ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കൂ. 100% ചോദിച്ചില്ലെങ്കിൽ എന്തായാലും 75% ചോദിക്കുമല്ലോ. 100% ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ദൈവമൊന്നുമല്ല. 90 ഞാൻ പറഞ്ഞില്ല, 75 ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് 75 കൂടുതൽ ചോദിക്കും. മിനിമം ഞാൻ പറയാം, 75 ചോദിച്ചാൽ പോലും ഡബിൾ പാസ് മാർക്കോ 40-45 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അന്നേരം ഇതെല്ലാം നമ്മുടെ ബാച്ചസിലെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അടുത്ത ആഴ്ച മുതൽ കൃത്യമായിട്ടും. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതെല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. അതിനകത്ത് ഇച്ചിരി നമ്മുടെ എല്ലാ അധ്യാപകരും അതിനുവേണ്ടി തയ്യാറെടുത്താണ് ഓരോ ചോദ്യങ്ങളും റെഡിയാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഫിസിക്സ്, ഞാനാണ് ഫിസിക്സ് മൊത്തം എടുക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ആദ്യത്തെ ചാപ്റ്ററിൽ ഒരു 2-3 ടോപ്പിക്സ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളറിയത്തില്ല, അത് ഇങ്ങനെ 10 വർഷം 15 വർഷമൊക്കെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുവാണെങ്കിൽ, എടുത്ത് നോക്കുവാണെങ്കിൽ അറിയാം. പ്രത്യേകിച്ചും സെയ്ക്കും ആവർത്തിച്ച് ചോദിക്കും. അതിനകത്ത് ഒരെണ്ണം ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിനകത്ത് ഗോസസ് തിയറം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, ഗോസ് തിയറം. അതിൻ്റെ പ്രൂഫുണ്ട്, 3 ആപ്ലിക്കേഷൻ ഉണ്ട്. ഇൻഫിനിറ്റി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ഉണ്ട്, പിന്നൊരു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലുണ്ട്, ലോങ് സ്ട്രേറ്റ് വയറുണ്ട്. ഈ 3 ആപ്ലിക്കേഷനും പ്രൂഫും ഗോസസ് തിയറും ഇതൊരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ, 100% ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ. അതായത് നന്നായിട്ട് പഠിക്കുക. ഡൈലക്ട്രിക് പോളറൈസേഷൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡൈലക്ട്രിക് പോളറൈസേഷൻ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡൈലക്ട്രിക് പോളറൈസേഷൻ. അതുപോലെ തന്നെ ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സും ടോർക്കും കണ്ടുപിടിക്കുക. ടോ ഈസ് ഈക്വൽ ടു PE sin θ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ പ്രോബ്ലം ചോദിക്കാം. അങ്ങനെയുള്ള ടോപ്പിക്ക് ഈ 3 എണ്ണം ഈ ചാപ്റ്ററിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടോപ്പിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ കൂടുതൽ എന്ത് ചെയ്യണം? ഈ ടോപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇങ്ങനെ കെമിസ്ട്രിക്കും ഉണ്ട്, ബയോളജിക്കും ഉണ്ട്, ബോട്ടണിക്കും ഉണ്ട്, സുവോളജിക്കും ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്, അക്കൗണ്ടൻസിക്കും ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് കൂടെ പഠിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിനിമം ഡബിൾ പാസ് മാർക്ക് മേടിക്കാൻ. എപ്പോഴും ഞാൻ വിളിക്കുന്നത്, പാസ് മാർക്ക് 18 മാർക്ക് വേണ്ടി ജയിക്കാൻ വേണ്ടി പഠിച്ചാൽ നമ്മൾ വീണ്ടും ഫെയിലാണ്. നമ്മൾ ഒരു 40 മാർക്ക് കിട്ടട്ടെ, 60-40 മാർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗംഭീരമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും, സംശയം വേണ്ട. ഒരാൾ തോക്കത്തില്ല എന്നുള്ളത് കൺഫേം. അതിന് നമുക്ക് സിമ്പിളായിട്ടുള്ള നോട്ട്സ് വേണം, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞില്ല, നമുക്കൊരു ജൂൺ ഇപ്പം പുത്തനായിട്ടുള്ള ബാച്ചസ് എല്ലാം നമ്മൾ എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. ആദ്യമുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും പരമാവധി ഞാൻ മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ റിപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ. അന്നേരം ഈസി ആയിട്ട് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് നിങ്ങൾ മാക്സിമം അന്ന് തന്നെ 24 മണിക്കൂറിനുള്ളിൽ ആഡ് ചെയ്ത് അന്നേരം തന്നെ ആദ്യമുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടും. പിന്നെ എന്താ ടെൻഷൻ? ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കിട്ടും അടുത്ത ആഴ്ച പോലെ. അന്നേരം അതെല്ലാം കിട്ടുമ്പം ഈസി ആയിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പഠിക്കണമെന്നാണ്. ഈ ഒരു ചട്ടക്കൂടിൽ പഠിച്ചാൽ ഒരാൾ തോക്കത്തില്ല. ഇതിനിടയിൽ നെഗറ്റീവ് കമൻസ് അങ്ങനെ പറയുന്നതിനോട് അതിനോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. പഠിക്കേണ്ടവൻ എന്നാലും പഠിച്ച് ജയിക്കും. നിങ്ങൾ ജയിക്കും എന്നുള്ള ഉറപ്പാണ്, പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലേ? കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടത് കിട്ടുമോ? ഇല്ലടി. കഷ്ടപ്പെട്ടാൽ നമുക്ക് നേടാനുള്ളതേ ഉള്ളൂ. അല്ല, അതിന് കഷ്ടപ്പെടണം. നമ്മൾ പറഞ്ഞില്ല, എല്ലാം മുറുകെ പണിയെടുക്കണം. പണിയെടുത്താൽ നമുക്ക് അടിച്ചു പൊളിക്കാം. അന്നേരം നല്ലപോലെ പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു.
നെവർ എവർ ഗീവ് അപ്പ്. വിട്ട് കൊടുക്കല്ലേ, ഉഴപ്പല്ലേ. ആ തീ ഇങ്ങനെ കാച്ചി 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 നിറയ്ക്കണം. എപ്പം നിങ്ങൾ ഉഴപ്പിയോ അവിടെ നിങ്ങൾ താഴും. എപ്പം നിങ്ങൾ ഉഴപ്പാതെ നിങ്ങൾ പഠിത്തത്തിൽ കയറിയോ, നിങ്ങൾ ജൂണിൽ പരീക്ഷ നടക്കുന്ന 21 പരീക്ഷ നടക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ എല്ലാം എഴുതുന്നുണ്ടെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ ജയിച്ചിരിക്കും, ഉറപ്പ്.